ആശ്രിതവത്സല ആശ്വാസദായക താവകപാതിൽ ഞങ്ങളർപ്പിച്ചിടും പ്രാർത്ഥന കേൾക്കേണം. ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ ശിമയോൻ്റെയും വിശുദ്ധ യൂദാ തദ്ദെയൂസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഇടം വലം നടന്ന അപ്പോസ്തലന്മാരാണ് ഈ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ സുഗന്ധവും ക്രിസ്തുവിൻ്റെ കാലടികളും ക്രിസ്തുവിൻ്റെ ജീവിതവും ഇവർ കണ്ടും അനുഭവിച്ചവരാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് ഒട്ടും അകലെയല്ലായിരുന്നു ഇവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ സഭ ഇവരെ വിശുദ്ധരാക്കി മാറ്റി. ഇവർ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു, ക്രിസ്തുവിന് വേണ്ടി മരിച്ചു. ഈ അപ്പോസ്തലന്മാരുടെ പ്രത്യേകത എന്തായിരുന്നു? അധികമൊന്നും ശിമയോനെക്കുറിച്ചോ യൂദാ തദ്ദെയൂസിനെക്കുറിച്ചോ ഒന്നും സുവിശേഷം രേഖപ്പെടുത്തി നമ്മൾ കാണുന്നില്ല. എങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൃത്യമായിട്ട് ശിമയോനെക്കുറിച്ച് പറഞ്ഞൊരു അഡ്ജക്റ്റീവ് ഇതാണ്: തീവ്രവാദിയായിരുന്ന ശിമയോൻ. എന്തുകൊണ്ടാണ് ഈ തീവ്രവാദിയായ ശിമയോൻ എന്ന് പറയുന്നത്? അയാൾ സെലസായിട്ടൊരു മനുഷ്യനായിരുന്നു. ഗലീലിക്കാരനെന്നാണ് ശിമയോനെക്കുറിച്ച് പാരമ്പര്യം പറയുന്നത്. അദ്ദേഹം എന്തിൻ്റെ പേരിലായിരുന്നു ഈ തീവ്രവാദ സ്വഭാവം ഉണ്ടായിരുന്നത്? മതത്തിൻ്റെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ പേരിലായിരുന്നു അയാളുടെ തീവ്രവാദം. ആ കാലഘട്ടത്തിലെ വിശ്വാസപരമായ കാര്യങ്ങൾ, അനുഷ്ഠാനപരമായ കാര്യങ്ങൾ വളരെ റിജിഡായിട്ട് കാത്തുസൂക്ഷിച്ച മനുഷ്യനാണ് ശിമയോൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തീവ്രവാദിയായ ശിമയോൻ എന്ന് വിളിക്കപ്പെട്ടത്. അങ്ങനെ ഒരു മനുഷ്യൻ പിന്നീട് ക്രിസ്തുവിൻ്റെ ഹൃദയ സൂക്ഷിപ്പിൻ്റെ തീവ്രവാദിയായി മാറി. അയാൾ ക്രിസ്തുവിൻ്റെ സ്നേഹം സൂക്ഷിക്കുന്ന, ക്രിസ്തുവിനോടുള്ള വിശ്വാസം സൂക്ഷിക്കുന്ന, സുവിശേഷത്തിൻ്റെ കാതൽ സൂക്ഷിക്കുന്ന മനുഷ്യനായി മാറി. അതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞ ക്രിസ്തുവിനെ, അനുഭവിച്ച ക്രിസ്തുവിനെ, ജീവിച്ച ക്രിസ്തുവിനെ ലോകത്തിന് പറഞ്ഞു കൊടുത്തു. ഇതേ കണക്കാണ് യൂദാ തദ്ദെയൂസ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് വളരെ മനോഹരമായി പറയുന്ന വാക്ക് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ വിശുദ്ധന് മാത്രം ഇങ്ങനൊരു പ്രയോഗം ലഭിച്ചത്? കാര്യം, ഈ 12 പേരും ക്രിസ്തുവിൻ്റെ അരികിൽ നടന്നപ്പോൾ യൂദാ തദ്ദെയൂസ് മാത്രമാണ് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നടന്നത്, അവനെ ഹൃദയത്തിൽ സൂക്ഷിച്ചത്. അതുകൊണ്ടാണല്ലോ യൂദാ തദ്ദെയൂസിൻ്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ രൂപം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ചിത്രം. അങ്ങനെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സൂക്ഷിച്ച ഒരു തീക്ഷ്ണതയുള്ള ഒരു അപ്പോസ്തലനായിരുന്നു യൂദാ തദ്ദെയൂസ്. അതുകൊണ്ട് ഹൃദയവിചാരങ്ങൾ കൃത്യമായിട്ട് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കിയ മനുഷ്യന്, ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ കഴിഞ്ഞൊരു അപ്പോസ്തലന് പിന്നീട് അസാധ്യമായി എന്താണുള്ളത്? ഒരുപക്ഷെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഒരു വീടിനകത്ത് പോലും അമ്മയോട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി നടക്കാൻ കാര്യം എന്താണ്? കുറച്ചും കൂടി അമ്മയുടെ ഹൃദയത്തിൽ നമുക്കൊരു ഇടമുണ്ടെന്നല്ലേ. അപ്പൻ്റെ ഹൃദയത്തിൽ ഇടമില്ല എന്നതിനർത്ഥമില്ല. എങ്കിൽ തന്നെയും അമ്മയുടെ ഹൃദയം കുറച്ചും കൂടി കരുണയും വാത്സല്യവും നിറഞ്ഞൊഴുകുന്നു എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ യൂദാ തദ്ദെയൂസിൻ്റെയും ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഹൃദയത്തിൽ ക്രിസ്തുവിന് ഇടം നൽകിയതുകൊണ്ട് ഹൃദയബന്ധം ക്രിസ്തുവുമായിട്ടുണ്ടായിരുന്നു. ഈ 2 അപ്പോസ്തലന്മാരെയും സഭ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ക്രിസ്തുവിൻ്റെ പേരിൽ തീക്ഷ്ണതയുണ്ടായിരുന്ന, ക്രിസ്തുവിനെ ഹൃദയത്തിൽ സൂക്ഷിച്ച 2 പേർ. അവരെ ഇന്ന് അൾത്താരിൽ സഭ ഓർക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം എവിടെയാണ്? ക്രിസ്തുവിനെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ എത്രയോ മനുഷ്യരെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലേ? നമ്മൾ ചില മനുഷ്യർക്ക് വേണ്ടി തീക്ഷ്ണതയോടെയൊക്കെ സംസാരിക്കാറില്ലേ? ഈ ക്രിസ്തുവിനെ നമ്മൾ എവിടെയാണ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്? ക്രിസ്തുവിന് വേണ്ടി എവിടെയാണ് നമ്മൾ സംസാരിക്കുന്നത്? ഈ ക്രിസ്തുവിനെ സൂക്ഷിക്കാത്ത ഹൃദയങ്ങളെയും ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കാത്ത അതരങ്ങളെയും എന്തുമാത്രം നമ്മൾ വികലമായാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു തിരുനാൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്: നിങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം അത് ക്രിസ്തുവിൻ്റെതാകട്ടെ. നിങ്ങളുടെ തീക്ഷ്ണതയുടെ നാവുകൾ ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ പ്രാതാവേ, വേദസാക്ഷിയായി ജീവൻ വെടിഞ്ഞൊരു ധീരനാം ശ്രീഹായി, സാധ്യമായിടാത്ത കാര്യങ്ങൾ
വത്സല ആശ്വാസദായക താവകപാതിൽ ഞങ്ങളർപ്പിച്ചിടും പ്രാർത്ഥന കേൾക്കേണം. കണ്ണീരിൽ കുതിർന്ന കാഴ്ചകൾ നിൻ മുൻപിൽ കൂട്ടമായി ഞങ്ങളെത്തിച്ചിടുന്നു. നിൻ കാരുണ്യം തൂകേണം. യൂദായൻ പിതാവേ, യേശുവിൻ ഭ്രാതാവേ, വേദസാക്ഷിയായി ജീവൻ വേടിഞ്ഞൊരു ധീരനാം ശ്രീഹായേ,